ഇന്ന് ഉച്ചയ്ക്ക് ഒരു കറി മേടിക്കാനായിട്ട് ഹോട്ടലിൽ വന്ന ഞങ്ങള് വാതിൽക്കെത്തിയപ്പോ ഏട്ടൻ പറഞ്ഞു, എന്തായാലും ഇവിടെ എത്തിയല്ലേ, നമുക്കിന്നൊരു ബിരിയാണി കഴിച്ചേക്കാം കേറിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഇവിടെ മണ്ണുത്തിക്ക് അടുത്തുള്ള മേപ്പിൾ ഹൗസ് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഞങ്ങൾ ആദ്യം ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ ഇവിടുത്തെ ബീഫ് ബിരിയാണി സൂപ്പറാണ്, ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു വേണ്ട, ചിക്കൻ മതി. അപ്പം എൻ്റെ ഒരു നിർബന്ധത്തിന് ഏട്ടൻ എന്ത് ചെയ്ത് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാന് ഒത്തിരി ഒന്നും അങ്ങനെ കഴിക്കില്ല ബിരിയാണി. അപ്പൊ എനിക്കൊരു ഹാഫ് ചിക്കൻ ബിരിയാണിയും ഏട്ടനൊരു ഫുൾ ബീഫ് ബിരിയാണിയാണ് പറഞ്ഞത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ സലാഡും അച്ചാറും പിന്നെ ഒരു ചട്നിയും ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ബീഫ് ബിരിയാണിക്ക് അവരെന്തോ സ്പെഷ്യൽ ഒരു ഗ്രേവിയും കൂടെ തരും. ഞങ്ങൾ അത് കൂട്ടിയൊന്നുമില്ല. പിന്നെ അവസാനം ഞങ്ങൾ ബിരിയാണിയൊക്കെ വന്നു. അപ്പം കഴിച്ചു. ബീഫ് ബിരിയാണി കഴിച്ചപ്പം ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു, ഇവിടുത്തെ ബീഫ് ബിരിയാണി എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. അപ്പം ഞാനൊരു വട്ടം തന്നെ വീട്ടിൽ ഇരുന്ന സമയത്ത് ഞാനൊരു ബീഫ് ബിരിയാണി ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ സ്വിഗ്ഗി. അപ്പോൾ ഇവിടുത്തെ ബീഫ് ബിരിയാണി എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ആരെങ്കിലും മണ്ണുത്തി റൂട്ട് പോകുന്നുണ്ടെങ്കിൽ മേപ്പിൾ ഹൗസിൽ കയറിയിട്ട് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ആദ്യം കേറിയിട്ട് പൊറോട്ട ഉണ്ടോന്നാണ് ചോദിച്ചത്. കുറച്ച് ദിവസം എനിക്ക് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഇവിടെ കയറി ചോദിച്ചത്. ഇപ്പം ഗ്യാസിന് ക്ഷാമമൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നുമില്ല. ജസ്റ്റ് ബിരിയാണികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു ലൈം ജ്യൂസ് മേടിച്ചു. നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കറി മേടിക്കാൻ വന്ന ഞങ്ങൾ ഒരു ബിരിയാണി കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയി. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ, സി യു.